നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ, ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെക്കുറിച്ചാണ് ചർച്ചകൾ. വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല. വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത്. താടി നരച്ച ലുക്ക് കണ്ടതോടെ ക്രിസ് പ്രായമുള്ള ആളാണെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി. രണ്ടുപേരുടെയും പ്രണയത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെയും. ദിവ്യയ്ക്ക് 43ഉം ക്രിസിന് 49 വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. ദിവ്യ ശ്രീധർ, ക്രിസ് വേണുഗോപാൽ വിവാഹം ഇക്കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത്. മാസങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടെങ്കിലും ഇരുവരും പ്രണയത്തിന്റെ തീവ്രത ഒട്ടും കുറച്ചിട്ടില്ല. ഇവരുടെ ഓരോ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും നടത്തുന്ന പ്രസംഗങ്ങളിലും ഒക്കെയും അവരുടെ പ്രണയം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഇരുവരുടെയും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഈ ജീവിതത്തിന് മുൻപേ പലവിധ സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയതാണ് ഇവരുടെ ജീവിതം. എങ്ങനെ ഇവർ ഈ ജീവിതത്തിലേക്ക് എത്തി? ഇരുവരുടെയും വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവം കൊണ്ട് തരും പോലെ ഒരാളാണ് ഏട്ടൻ. നിമിത്തം പത്തരമാറ്റ് സീരിയലാണ്. കുറച്ചു ദിവസങ്ങൾ മാത്രമായിരുന്നു അതിലെ ഷൂട്ട്. ആ ഷൂട്ടിന് ശേഷം ഞാൻ ആ പരമ്പരയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഏട്ടനെ കാണാനും ഇങ്ങനെയൊക്കെ സംഭവിക്കാനും ഒക്കെ ആയിരുന്നു ആ പരമ്പരയിലേക്ക് പോയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനു മുൻപത്തെ ജീവിതം ഇങ്ങനെ ആലോചിച്ച് തലപുകച്ചിരുന്ന സമയമാണെന്ന് ദിവ്യ പറയുന്നു. കുഞ്ഞുമോളെ കാണുന്നവരെ ഒരു ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ എന്ന് ക്രിസ് പറയുന്നു. ഏതുവരെ പോകുന്നു അങ്ങനെ ജീവിതം പോട്ടെ എന്ന് ചിന്തിച്ചിരുന്ന ആളാണ്. അമ്മയോടും അത് പറഞ്ഞിരുന്നു. ഞാൻ തിരികെ വീട്ടിലെത്താനുള്ള എന്തെങ്കിലും ഒരു കാരണം വേണം. അച്ഛനും അമ്മയും പ്രായമായതാണ്. അവർ TV ഒക്കെ കണ്ട് നേരത്തെ ഉറങ്ങും. ഞാൻ വീട്ടിൽ വരാൻ ലേറ്റ് ആയാൽ ഒന്നും ആരും ചോദിക്കാനോ എന്നെ കാത്തിരിക്കുകയോ ആരും ഉണ്ടായിരുന്നില്ല. മക്കളുടെ കാര്യം നോക്കണ്ട, നാളത്തേക്ക് കാത്തിരിക്കാൻ എനിക്കൊന്നുമില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ അനുജത്തിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത്. ഇങ്ങനെ പോയാൽ എന്നെ നഷ്ടമാകുമെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും എനിക്ക് ഒരു ജീവിതം വേണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു ദിവസം അവൾ സെറ്റിൽ വരാൻ ഇടയായി. ആ ദിവസമാണ് പത്തരമാറ്റിലേക്ക് ദിവ്യയും എത്തിയതെന്നാണ് ക്രിസ് പറയുന്നത്. ഈ താടി വളർത്തിയതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഏട്ടനോട്. ഇതിന് ദിവ്യ പറയുന്ന മറുപടി ഇങ്ങനെയായിരുന്നു: ഈ താടി വളർത്തിയതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഏട്ടനോട്. ഏട്ടൻ എന്താണ് ജീവിതം ഇങ്ങനെ എത്തിയത് എന്ന് എനിക്ക് അറിയണമായിരുന്നു. സംസാരിക്കണമെന്ന് തോന്നി. പക്ഷെ ഒരിക്കലും പ്രണയമായിരുന്നില്ല. ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഏട്ടൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു. ഏട്ടൻ അനുഭവിച്ചതിനേക്കാൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അതൊക്കെ അറിയണമെന്ന് തോന്നി. അങ്ങനെ സൗമ്യ ചേച്ചിയുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു: ഏട്ടനെ നോക്കണേ, സംസാരിക്കണം, മൂഡ് ഓഫ് ആക്കാൻ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഏട്ടനോട് കൂടുതൽ സംസാരിച്ചു. പാട്ടൊക്കെ പാടി തന്നു. ഞാൻ അത് സൗമ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. എല്ലാം തുറന്നു പറയാം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബന്ധമെത്തി. അങ്ങനെ എൻ്റെ തീർത്ഥാടന മോഹത്തിന്റെ കഥയും പറഞ്ഞെന്നാണ് ദിവ്യ പറയുന്നത്. ഇതിനൊക്കെ മുൻപേ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ദിവ്യ എന്ന പെൺകുട്ടിയെക്കുറിച്ചും അവിടെ 9 വയസ്സുള്ള മകനെക്കുറിച്ചും സംസാരിച്ചിരുന്നു. എന്തിനാണ് ഞാൻ അങ്ങനെ സംസാരിച്ചതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ക്രിസ് പറയുന്നത്. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ദിവ്യയുടെ ആദ്യ ജീവിതത്തിൽ അവർ അനുഭവിച്ചതിന് ഒരു കണക്കുമില്ലെന്നാണ് അവരെ അടുത്തറിയുന്നവർ പറഞ്ഞത്. മുൻ ഭർത്താവിന്റെ സംശയരോഗവും ശാരീരിക ഉപദ്രവങ്ങളും അവർ ഏറ്റതിന് കണക്കില്ലെന്നും ഇങ്ങനെ ഒരു ജീവിതം ദൈവം അവർക്ക് കൊടുത്തത് എന്തിനാണെന്നും ദിവ്യയെ അടുത്തറിഞ്ഞവർ പറഞ്ഞിരുന്നു എന്നാണ് ക്രിസ് പറയുന്നത്. അതേസമയം തനിക്കും ഭാര്യയ്ക്കുമെതിരെ വരുന്ന കമന്റുകൾക്കെതിരെയും ക്രിസ് പ്രതികരിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നത് ഒരു തരം രോഗമാണെന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു. ഇതെല്ലാം ഒരു തരം രോഗമാണ്. ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ അവരെ കെട്ടിയിടുകയോ ഫോൺ വാങ്ങിച്ചു വെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം. അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം. അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല. ഏത് പെണ്ണിനെ കണ്ടാലും എന്തും പറയാം എന്നുള്ള ഈ അഹങ്കാരം മാറണമെന്നാണ് കിസ് അന്ന് പ്രതികരിച്ചെത്തിയത്.